ജമാഅത്തെ ഇസ്ലാമിയെ കേരള സമൂഹം ഇത്രമാത്രം നിരാകരിക്കാൻ കാരണമെന്താണ്? നിരവധി ചെറുതും വലുതുമായ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്ന കേരളത്തിൽ ജമാഅത്തിന്റെ രാഷ്ട്രീയ പതിപ്പായ വെൽഫെയർ പാർട്ടിയെ എന്തുകൊണ്ട് എതിർക്കണം? ഏതൊരു പാർട്ടിയെയും നയിക്കുന്നത് അവരുടെ ആശയങ്ങളും അതിൽ നിന്ന് രൂപപ്പെടുന്ന പരിപാടികളുമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ മതനിരപേക്ഷ സമൂഹത്തിനും ജനാധിപത്യത്തിനും കടുത്ത ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ രാഷ്ട്രീയ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ദൈവിക ഭരണം സ്ഥാപിക്കലാണ്. ഇതേ ആശയം തന്നെയാണ് RSS ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. മൗദൂദി എന്ന മതാചാര്യന്റെ അപകടകരമായ ആശയങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയെ വഴി നടത്തുന്നത്. കുറച്ചു കാലമായി തങ്ങൾ മൗദൂദിയെ അംഗീകരിക്കുന്നില്ല എന്ന് ജമാഅത്തെ ആവർത്തിക്കുന്നു. വാസ്തവത്തിൽ ഹുക്കൂമത്തെ ഇലാഹി എന്ന ദൈവരാജ്യം നടപ്പാക്കാനുള്ള ചൊട്ടുവിദ്യകളിൽ ഒന്ന് മാത്രമാണത്. ഹുക്കൂമത്തെ ഇലാഹിക്ക് മൂടുപടമിട്ട് അവർ ഇഖാമത്തുദ്ദീൻ അഥവാ പുനഃസ്ഥാപനം എന്ന മുദ്രാവാക്യവുമായി വന്നു. ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്ന് അവർ സമർത്ഥിക്കുകയും ചെയ്യുന്നു. ജനാധിപത്യം അള്ളാഹുവിന്റെ നിയമങ്ങൾക്കെതിരാണ് എന്നതിനാൽ അത് അംഗീകരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ ജമാഅത്തിന്റെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടി ജനാധിപത്യത്തിനു വേണ്ടി അധര വ്യായാമം നടത്തുകയും ചെയ്യുന്നു. ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ ഇന്ത്യയിലും പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന സംഘം മൗദൂദിയുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടതാണ്. മറ്റ് രാജ്യങ്ങളിൽ തീവ്രമായ നിലപാടുകൾ സ്വീകരിക്കുകയും പലപ്പോഴും ഭീകര പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നുണ്ടെങ്കിലും സമാധാനപരമായ നിലപാടുകളാണ് ഇന്ത്യയിൽ സ്വീകരിച്ചു കാണുന്നത്. സിമി എന്ന ഭീകര സംഘടന ജമാഅത്തിന്റെ തീവ്ര ആശയങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. മതനിരപേക്ഷതയോട് അടുത്തു പോകരുതെന്നും സെക്യുലർ ഡെമോക്രസിയിൽ പങ്കെടുക്കുന്നത് നിഷിദ്ധമാണെന്നും മൗദൂദി പ്രഖ്യാപിച്ചു. ഈ യുഗത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന എല്ലാ ജനാധിപത്യ വ്യവസ്ഥകളും അവയിൽ ഇന്ത്യയിൽ ഇപ്പോഴുള്ള അസംബ്ലികളും ഭൗതിക കാര്യങ്ങളിൽ രാജ്യത്ത് വസിക്കുന്നവർക്ക് അവകാശപ്പെട്ടതും അവർക്ക് തന്നെ നിയമമുണ്ടാക്കാൻ അധികാരമുള്ളവയുമാണ്. ഈ ആശയം ഇസ്ലാമിന് ഘടകവിരുദ്ധമാണ്. ജനങ്ങളുടെയും മുഴുവൻ ലോകത്തിന്റെയും ഭരണാധികാരി അള്ളാഹു ആണെന്നതാണ് ഇസ്ലാമിന്റെ ഏക ദൈവ വിശ്വാസത്തിന്റെയും അവിഭാജ്യ ഘടകം. ഈ അപകടകരമായ തീവ്ര നിലപാടാണ് മൗദൂദിയും ജമാഅത്തുകളും തിരികൊളുത്തിവിട്ടത്. UDFന്റെ കൂടെ ചേർന്ന് രാഷ്ട്രീയമായ കടന്നുവരവിന് മാത്രമല്ല, നിലപാടുകൾ മറച്ചുപിടിച്ച് ജനാധിപത്യപരമായ അഗ്നിശുദ്ധിക്ക് തങ്ങൾ തയ്യാറാണെന്ന പ്രഖ്യാപനമാണ് ജമാഅത്ത് നടത്തുന്നത്. മതരാഷ്ട്രവാദ പ്രസ്ഥാനങ്ങൾക്ക് മണ്ണൊരുക്കി കൊടുത്ത രാഷ്ട്രീയ പാപം തീർച്ചയായും കോൺഗ്രസും ലീഗിനുമുണ്ട്. അധികാരത്തിൽ അള്ളിപ്പിടിച്ചു കയറാൻ ഏത് മുള്ളുമുരുക്കിനെയും കൂടെ കൂട്ടുമെന്ന നിലപാട് അപകടകരമാണ്. സതീശന്റെ കോൺഗ്രസും ലീഗുമൊക്കെ ശ്രമിക്കുന്നത് ഈ നാട്ടിലെ മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും ഏതു വിധേനയും തകർക്കാനാണ്. അവർ പൂക്കളും താലവുമായി വരവേൽക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ ഗ്യാസ് കുറ്റി ഈ നാടിനെ തന്നെ കുട്ടിച്ചോറാക്കാൻ പോകുന്ന അതീവ അപകട വസ്തുവാണ്.